الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക്, വലിയകൾക്ക്, ഔലിയാക്കൾക്ക് അല്ലാഹു കറാമത്ത് നൽകും, ആദരവ് നൽകും. കഴിഞ്ഞ എൻ്റെ ഖുത്ബയിൽ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്താണ് കറാമത്ത് എന്നുള്ളത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്കിഷ്ടപ്പെട്ട തൻ്റെ വലിയന് ഇങ്ങനെ ഒരു കറാമത്ത് നൽകുന്നത്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. 4 കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഇആനത്തുൻ ലഹു, അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൻ്റെ ഇഷ്ട അടിമയായ ഒരു വലിയന്, ആ വലിയനെ സഹായിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ കറാമത്ത് ആ അടിമക്ക് നൽകുന്നത്. ഏതെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ
അള്ളാഹു ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രാപഞ്ചിക പ്രതിഭാസം, ഒരു പതിവ് ശൈലി അതിനെ ഭേദിച്ചുകൊണ്ട് അത്ഭുതകരമായ ഒരു രൂപത്തിൽ ഒരു വലിയന്റെ കയ്യാലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുന്ന ഒരു ആദരവാണ് കറാമത്ത്. അതൊരു പക്ഷേ ആ വലിയനുള്ള സഹായം ആയിരിക്കാം. അല്ലെങ്കിൽ തഈദൻ ലഹു, ദുർബലരായിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകൾ ചില ഘട്ടങ്ങളിൽ അശക്തരായി പോകുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക രൂപത്തിൽ, അത്ഭുതകരമായ രൂപത്തിൽ പ്രത്യേകമായ ഒരു ശക്തി നൽകൽ ആണ് ആദരവിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം. അതല്ലെങ്കിൽ തസ്ബീത്തൻ ലഹും, ചില അടിമകളെ മതത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ അടിമകളെ തന്നെ ഒരു യക്കീന്, ഒന്നും കൂടി ഒരു ഉറപ്പ് നൽകി, അങ്ങനെയുള്ള ഉറപ്പ് ദീനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള അതിനു വേണ്ടിയായിരിക്കും കറാമത്ത് ഒരടിമയ്ക്ക് നൽകുന്നത്. നാലാമത് നസ്റുൻ ലിദ്ദീനി, അള്ളാഹുവിന്റെ ഈ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വലിയന്റെ കയ്യാലെ അതിനെ സഹായിക്കും. ഈ 4 രൂപങ്ങൾക്കാണ് അള്ളാഹുവിന്റെ കറാമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയന് ഇറക്കി കൊടുക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒന്ന് ഇആനത്താണ്, സഹായമാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് മറിയം ബീബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചത്. ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വലിയാണ്, യാതൊരു സംശയവുമില്ല. ആ വലിയനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസാധാരണമായ രീതിയിൽ സഹായിച്ച പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് മറ്റൊരു കറാമത്ത് നൽകുന്ന മറ്റൊന്ന് അള്ളാഹുവിന്റെ ഈ ദീനിനെ സഹായിക്കലായിരിക്കും. ചരിത്രത്തിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഖിസ്സത്തു തുഫൈൽ ദൗസി, തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. റഈസുൻ ദൗസ്, ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ് ആര്? തുഫൈൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു, തന്റെ ജനതയും എന്ത് ചെയ്യണം? ഇസ്ലാം സ്വീകരിക്കണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, അൻ യജ്അലല്ലാഹു ലഹു ആയത്തൻ ഹത്താ യുസദ്ദിഖു ഖൗമുഹു, പ്രവാചകരെ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്തിന്? എനിക്കൊരു ആയത്ത് തരാൻ, അള്ളാഹുവിൽ നിന്നൊരു ദൃഷ്ടാന്തം. എന്തിന് ദൃഷ്ടാന്തം? ഹത്താ യുസദ്ദിഖു ഖൗമുഹു, അദ്ദേഹത്തിന്റെ എന്റെ ജനത ഈ ദീനിൽ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവരെ ബോധ്യപ്പെടുത്താൻ ഒരു ആയത്ത്. അത് അള്ളാഹു എനിക്ക് തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിന് ഒരു കറാമത്ത് കൊടുക്കുന്നു. എന്താണ് കറാമത്ത് എന്നറിയാം? നൂറുൻ ഫി വജീഹി മിൻ സിറാജ്, ഒരു പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മുഖത്ത് കൊടുക്കുകയാണ്. ഒരു വിളക്കിൽ നിന്ന് എന്ന് പോണ ഒരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് നൽകുന്നു. അദ്ദേഹം ലമ്മ അത അഹ്ലുഹു ബിഹി, അദ്ദേഹം ആ പ്രകാശവുമായിട്ട് തന്റെ കുടുംബത്തിലേക്ക്, ഗോത്രത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് കുടുംബത്തിലെത്തിയ സമയത്ത് അള്ളാഹിനോട് അദ്ദേഹം പറയുന്നുണ്ട്, യാ റബ്ബി ഫി ഗൈരി വജ്ഹി, റബ്ബേ എൻ്റെ മുഖത്ത് നിന്ന് ഈ വെളിച്ചം വേറൊരു സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി തന്നാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫജഅലഹു അല്ലാഹു ഫീ സൗതിഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ ആ വടിയിലേക്ക്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വടി, ഒരു തരം വടി, ആ വടിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തെ എന്ത് ചെയ്യാൻ മാറ്റി കൊടുക്കുകയാണ്. ആ വടി ഇദാ റഫഅ ഇസ്തിനാറ കസിറാജ്, ആ വടി അദ്ദേഹം ഉയർത്തിയാൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് പ്രകാശം എന്ത് ചെയ്യും? ഉണ്ടാവും, വിളക്ക് പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഈ വിളക്ക് പോലെ പ്രകാശിക്കുന്ന പ്രകാശം അത് ആ ജനങ്ങളിലേക്ക്, കുടുംബത്തിന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത സമയത്ത് ഇങ്ങനൊരു സംഭവം, ഒരു ആയത്ത് ഈ കുടുംബം നേരിട്ട് കണ്ട സമയത്ത് അവർ അസ്ലമ ഖൗമുഹു അലാ യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഈ സംഭവത്തിലൂടെ ആ കുടുംബം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു കറാമത്താണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങള് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി തന്റെ ഇഷ്ടപ്പെട്ട വലിയന്റെ കയ്യിലൂടെ അള്ളാഹു നടത്തി കൊടുക്കുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ. ഇതാണ് കറാമത്ത് എന്നുള്ളത്. ഈ കറാമത്ത് ഒരു സഹായമായിട്ടും വരും, അതേപോലെ തന്നെ ദീനിനെ ഒരു സഹായം എന്നോണം വരും.
അതേപോലെ തന്നെ മൂന്നാമതും നാലാമതും പറയുന്നത് തസ്ബീത്തും തഈദുമാണ്. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദീനിൽ ഒരു മനുഷ്യന് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഒരു ഉറപ്പ്, വിശ്വാസമുണ്ട്, വിശ്വാസം ഇല്ല, എന്നാലും പിന്നെ എന്ത് ചെയ്യുക, ഉറപ്പ് എന്ത് ചെയ്യുക, കിട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ തഈദ്, ദുർബലരായിട്ടുള്ള ആളുകളെ, സത്യവിശ്വാസികളെ പലപ്പോഴും എന്ത് ചെയ്യുക, സഹായിക്കുക എന്നുള്ളത്. ഇതിനും എത്രയോ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ഒരു ചരിത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാല സമുദായത്തിൽ നടന്ന ഒരു സംഭവം സഹാബകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ കാണാൻ സാധിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന മലിക്കുൻ ഫീമൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹത്തില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് വക്കാന ലഹു സാഹിറുൻ, ആ രാജാവിന് ഒരു സാഹിർ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ധിക്കാരിയായിട്ടുള്ള ഒരു രാജാവാണ്. ആ രാജാവിന് ഒരു സാഹിർ ഉണ്ടായിരുന്നു. അങ്ങനെ സാഹിറിന് അങ്ങനെ പ്രായം ചെന്ന സമയത്ത് ഈ സാഹിർ രാജാവിനോട് പറയുകയാണ്, അയ്യുൽ മലിക്, രാജാവേ, ഖദ് കബിർത്തു, എനിക്ക് പ്രായം ചെന്നിട്ടുണ്ട്. ഫബഅസ് ഇലയ്യ ഗുലാമൻ വഅല്ലിമു സിഗ്റ, അങ്ങ് എനിക്കൊരു കുട്ടിയെ അയച്ചു തന്നാൽ ഞാൻ ആ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ സിഹിർ പഠിപ്പിച്ചു കൊടുക്കാം. കാരണം ഇനി അത്ര കാലമൊന്നും താങ്കളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾ ഒരു കുട്ടിയെ എനിക്ക് അയച്ചു തന്നാൽ, എന്റെ അടുത്തേക്ക് അയച്ചു തന്നാൽ ആ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യാം, ഈ സിഹിർ എന്ത് ചെയ്യാം, പഠിപ്പിക്കാം എന്ന് പറയുന്നത് പ്രകാരം ഒരു രാജാവ് ഒരു കുട്ടിയെ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടി ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. കുട്ടി ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഒരു റാഹിബിനെ, ഒരു പുരോഹിതനെ, മതപണ്ഡിതനെ ആര് കണ്ടുമുട്ടാണ്, ഈ കുഞ്ഞെന്ത് ചെയ്യാണ്, കണ്ടുമുട്ടാണ്. ഈ മതപണ്ഡിതൻ ഈ കുട്ടിയെ ഉപദേശിക്കുന്നു. മാത്രമല്ല ഈ കുട്ടി ഈ മതപണ്ഡിതന്റെ അടുക്കലും ഇരിക്കുന്നു, ദീന് പഠിക്കുന്നു. രണ്ടും നടക്കുന്നു. സാഹിറിന്റെ അടുക്കൽ പോകുന്നു, ഈ മതപുരോഹിതന്റെ അടുക്കൽ ഇരുന്ന് ദീന് പഠിക്കുന്നു. ഇങ്ങനെ ഈ സമയത്ത് ഈ സാഹിറിന്റെ അടുക്കലേക്ക് നേരം വൈകി വരുന്നത് കൊണ്ട് സാഹിറും പ്രശ്നമുണ്ടാക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നേരം വൈകുന്നത് കൊണ്ട് വീട്ടുകാരും പ്രശ്നം ഉണ്ടാക്കുന്നു. അവസാനം ഈ പുരോഹിതൻ കുട്ടിയോട് പറയാണ്, അതിനൊരു ട്രിക്ക് ഉണ്ട്, തന്ത്രമുണ്ട്. എന്താണ്? ഹബസനി സാഹിറൻ, പിന്നെ വീട്ടുകാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്കിൽ സാഹിറിന്റെ അടുത്ത് കുടുങ്ങിപ്പോയതാണ് പറഞ്ഞാൽ മതി, താമസിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ മതി. സാഹിറാണ് നിന്നെ ഉപദ്രവിക്കുന്നത് എങ്കിൽ ഹബസനി അഹിലി, എന്റെ കുടുംബമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇതിങ്ങനെ തുടർന്നിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം ഒരിക്കൽ ഒരു വഴിയിൽ വെച്ചിട്ട് ഒരു വലിയൊരു മൃഗം, ഈ ജനങ്ങൾക്ക് സഞ്ചരിക്കുന്ന വഴിയിലൊരു മൃഗം തടസ്സമായിട്ട് നിൽക്കുകയാണ്. ജനങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത സ്വരൂപത്തിൽ ഈ മൃഗം നിന്ന സമയത്ത് ദാബത്തിൻ അലീമ, വലിയൊരു മൃഗം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, പോകാൻ കഴിയണില്ല. ആ സമയത്ത് കുട്ടി പറയണം, അല്യോം, ഇന്ന് അഅ്ലമു, ഞാൻ മനസ്സിലാക്കുമെന്ത്, അസ്സായിറു അഫ്ളലുൻ അം റാഹിബൻ അഹ്ലു അഫ്ളല, ഇന്ന് ഞാൻ മനസ്സിലാക്കുമെന്ത്, ഈ സാഹിറാണോ അഫ്ളലായത്, നല്ലത്, അതല്ല ഈ റാഹിബാണോ, മതപുരോഹിതനാണോ നല്ലത് എന്ന് ഞാൻ എന്ത് ചെയ്യും, ഇന്ന് ഞാൻ മനസ്സിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് ഒരു കല്ലെടുക്കുക. ഫഅഹദ ഹജറൻ, അദ്ദേഹം ആ കുട്ടി ഒരു കല്ലെടുക്കുക. എന്നിട്ട് ഈ കുട്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻകാന അംറു റാഹിബിൻ അഹബ്ബ ഇലൈക മിൻ അംറി സായിറിൻ ഫഖതുൽ ഹാദിഇ ദാബത ഹത്താ യംലി അന്നാസു, അല്ലാഹുവേ, നീ ഈ സാഹിറിനേക്കാളും ഇഷ്ടപ്പെടുന്നത് റാഹിബിനെയാണെങ്കിൽ, അല്ലാഹുവേ, നീ സാഹിറിനേക്കാളും ഇഷ്ടപ്പെടുന്നത് റാഹിബിനെയാണെങ്കിൽ ഈ മൃഗത്തെ കൊന്നു തരണം, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ വഴി യോഗ്യമാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി മൃഗത്തെ എറിയാണ്. ആ എറിഞ്ഞ പാടെ ഈ മൃഗം എന്ത് ചെയ്യുന്നു, ചത്തുപോകുന്നു. ഈ സംഭവം കുട്ടിക്ക് മനസ്സിലായി. ഈ കുട്ടി ഈ റാഹിബിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് റാഹിബ്, മതപുരോഹിതൻ പറയാണ്, ബുനയ്യ, എന്റെ മോനെ, അൻത അല്യൗം അഫ്ളലു മിന്നി, ഇന്ന് നീ എന്നെക്കാളും ഉയർന്നിട്ടുണ്ട്, എന്നെക്കാളും ശ്രേഷ്ഠനാണ്. ഖദ് ബലഅ മിൻ അംരിക മാ അറാ, ഞാൻ എന്താണോ വിചാരിച്ചത്, ഞാൻ എന്താണോ കണക്കാക്കിയത്, അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, നിന്നിൽ ഞാൻ കാണുന്നു. വ ഇന്നക സതുബില, പക്ഷെ നീ എന്ത് ചെയ്യും, നീ പരീക്ഷിക്കപ്പെടും. പിന്നീട് ഈ കുട്ടി, ഈ ഹദീസ് വലിയൊരു ഹദീസാണ്. ഈ കുട്ടി കാന ഗുലാമൻ യുബ്രിഉൽ അക്മഹ, പല ആളുകൾക്കും പല ചികിത്സകളും നൽകുന്നുണ്ട്, പലതും സുഖപ്പെടുത്തി കൊടുക്കുന്ന അള്ളാഹുവിന്റെ സഹായത്താലെ ഈ കുഞ്ഞ് പലരെയും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് പല അസുഖങ്ങളും മാറ്റി കൊടുക്കുന്നു.
അള്ളാഹുവിന്റെ സഹായത്താലെ കുഷ്ഠരോഗം മാറ്റുന്നു, വെള്ളപ്പാണ്ട് മാറ്റുന്നു, അന്ധത മാറ്റുന്നു, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ കുഞ്ഞിന്റെ ഈ വിവരം, ഈ കുട്ടിയെ കുറിച്ചിട്ട് രാജാവിന്റെ ഒരു ജലീസ്, ഒരു കൂട്ടുകാരൻ, കൂടെ ഇരിക്കുന്ന ആള്, അദ്ദേഹം അന്ധനാണ്. ഈ ജലീസ് ഈ കുട്ടിയെ കുറിച്ച് കേൾക്കുകയും ഈ കുട്ടിയുടെ അടുക്കലേക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, വരികയാണ്. ഒരുപാട് സമ്മാനങ്ങൾ. ആ സമ്മാനങ്ങളുമായി വന്നിട്ട് ഈ ജലീസ് പറയാണ്, രാജാവിന്റെ കൂട്ടുകാരനാണ് കേട്ടോ, മാ ആഹുനാലക്ക അജ്മാ ഇൻ അൻത ശഫൈതനി, മോനെ ഇതൊക്കെ നിനക്കുള്ളതാ, ഈ സമ്മാനങ്ങളൊക്കെ നിനക്കുള്ളതാ, നീ എനിക്ക് സുഖപ്പെടുത്തി തരികയാണെങ്കിൽ ഈ സമ്മാനം മുഴുവൻ എന്താണ്, നിനക്കാണ്. അപ്പൊ ഈ കുട്ടി ഈ ജലീസിനോട് പറയാണ്, എന്ത്, ഇന്നില അഷ്ഫിയാഹദൻ, എനിക്ക് ഒരാളെയും സുഖപ്പെടുത്താൻ കഴിയില്ല, മറിച്ച് ഇന്നമാ യശ്ഫി അല്ലാഹു തആല, അള്ളയാണ് എന്ത് ചെയ്യുന്നത്, സുഖപ്പെടുത്തുന്നത്. രോഗം സുഖപ്പെടുത്തുന്നത് അള്ളയാണ്, ഒരിക്കലും ഞാനല്ല. ഫൈൻ ആമൻത, താങ്കൾ വിശ്വസിക്കുകയാണ്, ബില്ലാഹി തആല, അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദഅതുല്ലാഹ ഫശഫാക, ഞാൻ അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു താങ്കൾക്ക് എന്ത് ചെയ്യും, ശിഫ നൽകും, ശമനം നൽകും. അങ്ങനെ ഇദ്ദേഹം ഫആമന ബില്ലാഹി തആല, ഈ ജലീസ് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്. അള്ളാഹുൽ വിശ്വസിച്ച സമയത്ത് ഫശഫ അല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എന്ത് ചെയ്ത്, ശിഫ നൽകി. അദ്ദേഹത്തിന്റെ കാഴ്ച എന്ത് ചെയ്തു, തിരിച്ചു കിട്ടി. അന്ധനായിരുന്നു, അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. ഇങ്ങനെ ഇരിക്കെ ഒരിക്കല് ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് ആ മലിക്, രാജാവ് കടന്നു വരികയാണ്. അൽ മലിക്കും സാധാരണ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ഇരിക്കുന്നത് പോലെ തന്നെ അന്ന് രാജാവ് വന്ന് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പം രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക, താങ്കൾക്ക് ആരാണ് ഈ കാഴ്ച തിരിച്ചെന്നത്? കാഴ്ച തിരിച്ചെന്നത് ആരാണ്? അപ്പൊ ഈ ജലീസ് മറുപടി പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബ്. അപ്പൊ രാജാവ് ദേഷ്യപ്പെട്ട് ചോദിക്കാണ്, വലക്ക റബ്ബൻ ഗൈരി, ഞാനല്ലാതെ നിനക്ക് വേറെ റബ്ബോ? രാജാവിന്റെ മുഖം ചുവന്നു, രാജാവിന് ദേഷ്യപ്പെട്ടു. അപ്പൊ ജലീസ് കൂട്ടുകാരൻ പറയാണ്, റബ്ബി വറബ്ബുക്കല്ല, എന്റെയും താങ്കളുടെയും റബ്ബായ അല്ലാ, അള്ളയാണ് എനിക്ക് എന്ത് ചെയ്ത്, എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു തന്നത്. പിന്നെയുണ്ടാവുക പിന്നത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഫഅഖദഹും, ഈ ജലീസിനെ, കൂട്ടുകാരനെ പിടിച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങാണ്. അങ്ങനെ കുറെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം ഈ കൂട്ടുകാരിൽ നിന്ന് ഈ കുട്ടിയെ കുറിച്ച് കേൾക്കുകയാണ്. അങ്ങനെ കുട്ടിയെ വിളിപ്പിച്ചു, കുട്ടിയിൽ നിന്ന് കുട്ടിയെ കുട്ടിയെ വിളിച്ച സമയത്ത്, കുട്ടി എത്തിയ സമയത്ത് ഈ കുട്ടീനോട് പറയാണ്, എന്ത്, കുട്ടി, ഞാൻ ബുനയ്യ, പോനെ, ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിന്റെ ഒരുപാട് മാരണത്തിലൂടെ, സിഹറിലൂടെ ഒരുപാട് ആളുകൾക്ക് രോഗം സുഖപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് കുട്ടി ഇദ്ദേഹത്തോട് പറയാണ്, ഇന്നീല അഷ്ഫിയാഹദൻ, ഞാൻ ഒരിക്കലും ഒരാളെയും സുഖപ്പെടുത്തിയിട്ടില്ല, ഒരാൾക്കും ഞാൻ ശമനം നൽകിയിട്ടില്ല. ഇന്നമാ യശ്ഫി അല്ലാഹു തആല, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എനിക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്, ശമനം നൽകുന്നത്. ഈ കുട്ടിയെയും പിടിച്ച് ഉപദ്രവിക്കുകയാണ്. അവസാനം ഈ കുട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തെ പഠിപ്പിച്ച ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ റാഹിബിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ രാജാവ്. അങ്ങനെ റാഹിബിനെയും എന്ത് ചെയ്യണം, കൂടെ കൊണ്ടുവരികയാണ്. അങ്ങനെ റാഹിബിനെയും ഈ ഹദീസിൽ കാണാം, റാഹിബിനെയും ഈ ജലീസിനെയും കൂട്ടുകാരനെയും മതം മാറി വരാൻ, തിരിച്ചു വരാൻ, തന്നിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിക്കുകയാണ് ഈ രാജാവ്. ഒരിക്കലും അവർ എന്ത് ചെയ്യണില്ല, തിരിച്ചു വരുന്നില്ല, അനുസരിക്കുന്നില്ല. അവസാനം ഈ പുരോഹിതനെയും ഈ ജലീസിനെയും കൂട്ടുകാരനെയും ഈർച്ചവാളുകൾ കൊണ്ടുവന്ന് തലക്ക് മുകളിൽ ചീർന്ന് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി കൊല്ലുകയാണ് ചെയ്യുന്നത്. അവസാനം ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തെന്നറിയോ, തന്റെ സൈന്യത്തോട്, കിങ്കരന്മാരോട് പറയാണ്, നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യുക, മലയിലേക്ക് പോകാം. ആ മലയിലെത്തിയതിനു ശേഷം അവനോട് ഒന്നും കൂടി ചോദിക്കണം, തിരിച്ച് ഈ മതം വിട്ട് തിരിച്ച് എന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവനെ കൊണ്ടുവരാ, ഇല്ലെങ്കിൽ ആ മലയിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യുക, എറിഞ്ഞു കൊല്ലുക എന്ന്. അങ്ങനെ അവർ കൊണ്ടുപോയി മലന്റെ മുകളിൽ, പർവ്വതത്തിന്റെ മുകളിലെത്തി ചോദിച്ചു, മാറുന്നുണ്ടോ ദീനിൽ നിന്ന്, തിരിച്ചു പോരുന്നുണ്ടോ ദീനിൽ നിന്ന്? കുട്ടി പറഞ്ഞു, പോകുന്നില്ല, ഇല്ലെന്ന്. ആ സമയത്ത് കുട്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇക്ഫിനീഹി ബിമാ ശിഅത. ആ കുട്ടി മലയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ അവരെ എനിക്ക് ഒതുക്കി തരണമേ, എനിക്ക് മതിയാക്കി തരണേ എന്ന് ഈ കുട്ടി മലമുകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫറജഫ ബിഹിമുൽ ജബൽ, പർവ്വതം കുലുങ്ങി. ഫസഖതു, ആ പർവ്വതത്തിൽ നിന്ന്, മുകളിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള രാജാവിന്റെ കിങ്കരന്മാർ താഴേക്ക് വീഴുകയും അവർ മരണപ്പെടുകയും ചെയ്തു. വജായം ശീലൽ മലിക്, ഈ കുട്ടി എന്തിനാ തിരിച്ചു വരികയാണ് ഇവിടേക്ക്, രാജാവിന്റെ അടുക്കലേക്ക്. അങ്ങനെ രാജാവിന്റെ അടുക്കൽ വന്ന സമയത്ത് രാജാവ് ചോദിച്ചു, നിന്റെ കൂടെ വന്നിട്ടുള്ള
ആ ആളുകളൊക്കെ എവിടെ പോയി? അപ്പോ ഈ കുഞ്ഞു രാജാവിനോട് മറുപടിയാണ്, കഫാനിഹിമുല്ലാഹു തആല, അവരെ കൈകാര്യം ചെയ്യാൻ എനിക്കല്ല മതി, അവരെ കൈകാര്യം ചെയ്യാൻ എനിക്കല്ല മതി. പിന്നെ ഈ രാജാവ് കുട്ടീനെ വിട്ടില്ല. പിന്നെ ഈ കുറച്ചാളുകളെ വിളിച്ചിട്ട് കിങ്കരന്മാരെ വിളിച്ചിട്ട് പറയണം, നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്തേ സമുദ്രത്തിലേക്ക് പോകാം. നടുവിലെത്തുന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഈ തോണിയിൽ നിന്ന്, ഈ കപ്പലിൽ നിന്ന് എന്ത് ചെയ്യണം, താഴേക്ക് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊല്ലണം. അങ്ങനെ അവർ കൊണ്ടുപോയി. ആ സമയത്തും രാജാവ് പറഞ്ഞു, മതമെങ്ങാനും മാറുകയാണെങ്കിൽ, തിരിച്ചു വരികയാണെങ്കിൽ കൊല്ലരുത്, തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ അവർ ചോദിച്ചു, അത് കുട്ടി മാറാൻ തയ്യാറില്ല. കുട്ടി പ്രാർത്ഥിച്ചു. ആ കപ്പലിൽ വെച്ച് കുട്ടി, ആ തോണിയിൽ വെച്ച് കുട്ടി പ്രാർത്ഥിക്കുകയാണ്. എന്ത്? നേരത്തെ അതേ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന. തോണി എന്ത് ചെയ്തു? കുലുങ്ങാൻ തുടങ്ങി. ആ കോണിയിൽ നിന്ന് ആ രാജാവിന്റെ കിങ്കരന്മാരെല്ലാം വെള്ളത്തിൽ വീണ് മരണപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാരിഖു, അവരൊക്കെ എന്ത് ചെയ്ത് മരണപ്പെട്ടു. ഈ കുഞ്ഞ് രാജാവിന്റെ അടുക്കൽ വജഅംശീലൽ മലിക്, ഈ കുഞ്ഞ് രാജാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ്. അവസാനം ഈ കുട്ടി രാജാവിനോട് പറയണേ, അയ്യുൽ മലിക് ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫഅല മാ അമുറുക ബിഹി. രാജാവേ, താങ്കൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, താങ്കൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. താങ്കൾക്ക് കൊല്ലാൻ കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന പ്രകാരം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, താങ്കൾക്ക് എന്നെ കൊല്ലാൻ കഴിയുള്ളൂ. രാജാവിന്റെ മനസ്സ് മുഴുവൻ ഈ കുഞ്ഞിനെ കൊല്ലുക, ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല, ജനങ്ങളൊക്കെ ഓരോരുത്തരും ഈ കുട്ടിയിലേക്ക് വിശ്വസിച്ച് വരുന്നതും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ള ഒരൊറ്റ ചിന്ത കാരണം രാജാവ് ചോദിച്ചു, മാഹുവ, എങ്ങനെ അത് പറ്റും? അപ്പൊ ഈ കുട്ടിക്ക് രാജാവിനോട് പറയണെന്ത്, വാഹിദിൻ, ഒരു നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് ജനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും കൂട്ടി വിളിക്കണം, എല്ലാവരും ഒരുമിച്ച് ചേർത്തണം. എന്നിട്ട് പറയാണ്, എന്നെ ഒരു തടിയിൽ എന്ത് ചെയ്യണം, ക്രൂശിച്ചു നിർത്തണം. എന്നിട്ട് എന്റെ ആവനായിൽ നിന്ന് ഒരു അമ്പെടുത്ത് അത് ആ അമ്പ് കൊണ്ട് എന്റെ നേരെ എയ്യണം. ആ എയ്യുന്ന സമയത്ത് രാജാവെ, താങ്കൾ പറയേണ്ട ഒരു വാക്കുണ്ട്. എന്ത്? ഖുൽ ബിസ്മില്ലാഹി റബ്ബുൽ ഗുലാം, ഖുൽ ബിസ്മില്ലാഹി റബ്ബുൽ ഗുലാം. താങ്കൾ പറയേണ്ട എന്താണ്? ബിസ്മില്ലാ റബ്ബുൽ ഗുലാം, അള്ളാഹുവിന്റെ നാമത്തിൽ ഈ കുട്ടിയുടെ റബ്ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അമ്പെയ്യുക. അങ്ങനെ രാജാവിന്റെ മനസ്സിൽ ഈ ചിന്ത മാത്രമേ ഉള്ളൂ, ഈ കുട്ടിയെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രം. കാരണം രാജാവ് അത് പറയുകയും അമ്പ് എഴുകയും ചെയ്തു. ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇതിങ്ങനെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ കാണുകയാണ്, നേരിൽ ഇങ്ങനെ കാണുകയാണ്. രാജാവ് പറയുന്ന വാക്കും ജനങ്ങൾ കേൾക്കുകയാണ്, ബിസ്മില്ലാ റബ്ബുൽ ഗുലാം. ഈ സമയത്ത് ജനങ്ങളൊക്കെ വിളിച്ചാണ് പറഞ്ഞു, ആമന്നാ ബി റബ്ബി ഗുലാം, ഞങ്ങളിതാ ഗുലാമിന്റെ റബ്ബിൽ, ഈ കുട്ടി ഏതൊരു റബ്ബിലാണോ വിശ്വസിച്ചത് ആ റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്നെന്ത് ചെയ്യാണ് അവർ പറയുകയാണ്. രാജാവ് എന്താണോ ഭയപ്പെട്ടത് അത് തന്നെ നടക്കുകയാണ് ആ സന്ദർഭത്തിൽ ചെയ്തത്. കാരണം എല്ലാവരും എന്ത് ചെയ്യും, ഇതിലേക്ക് വിശ്വസിക്കുകയാണ് ചെയ്തത്. ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, ഈ കുട്ടി അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയാണ് ഈ കുട്ടി. അള്ളാഹു തആല ഈ കുട്ടിക്ക് കറാമത്തിലൂടെ ഒരു തഈദ് നൽകി. എങ്ങനെ തഈദ് നൽകിയത്? ദുർബലമായ, ശക്തി കുറഞ്ഞൊരു സാഹചര്യത്തിൽ ആ രാജാവിന്റെ കിങ്കരന്മാരെ തോൽപ്പിക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചു. മാത്രമല്ല, ഈ കുട്ടിയിലൂടെ ദീനിന്, ആ നാട്ടിലെ ജനങ്ങൾക്ക് ദീനിൽ ഒരു ഉറപ്പും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, അവരുടെ ആ തസ്ബീഹത്തിന്റെ ശക്തി എത്രയെന്നറിയോ? അത് ആ സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്, പിന്നീട് നടന്ന സംഭവം. എന്താണത്? ജനങ്ങളെല്ലാരും വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാം ആ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്ന്, ആ ഉറപ്പ് ഞമ്മക്ക് കിട്ടിയിട്ടില്ല. ഈ സംഭവത്തിൽ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്ത്? അങ്ങനെ ആ സംഭവം നടന്ന സമയത്ത് ഈ രാജാവ് ശിക്ഷ നടപ്പാക്കുകയാണ് ജനങ്ങൾക്ക്. എന്ത്? എന്നെ വിശ്വസിക്കാതെ ഈ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഈ രാജാവ് ശിക്ഷ നടപ്പാക്കുകയാണ്. ശിക്ഷ നടപ്പാക്കിയത് എങ്ങനെയെന്നറിയാം? ഈ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ എന്താണ്? തീ നിറക്കാണ് ഈ രാജാവ്. എന്നിട്ട് ആ തീ കുണ്ടാരത്തിലേക്ക്, ആ കുഴിയിലേക്ക് ഈ ജനങ്ങളെ, വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? എറിയുന്നതിന് മുമ്പ് അവരോട് ചോദിക്കും, മാറുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ ഈ ദീനിൽ നിന്ന്? എങ്കിൽ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ തീയിലേക്ക് വലിച്ചെറിയും. ഈ ഒരു സന്ദർഭം സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്,
അന്നാരി ദാത്തിൽ വഖൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ, കൊല്ലപ്പെടട്ടെ. ഏത് കിടങ്ങാണ്? അന്നാരി ദാത്തിൽ വഖൂദ്. തീ ഇങ്ങനെ ആളിക്കത്തിച്ച, വിശ്വാസികൾ എങ്ങനെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞ അതിന്റെ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്നത് സൂറത്തുൽ ബുറൂജിൽ കാണാൻ സാധിക്കും. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ കിടങ്ങിലേക്ക് വിശ്വാസികൾ ഓരോരുത്തരും ഇങ്ങനെ എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നവര് ഒരു ചെറിയ പൈതലിനെയുമായിട്ട് സംസാരിക്കാൻ പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു പെണ്ണിങ്ങനെ വരികയാണ്. ആ പെണ്ണ് വന്ന സമയത്ത് ആ പെണ്ണിനോട് ആ രാജാവ്, അതിന്റെ ആളുകൾ പറഞ്ഞു, ഇമ്മ അൻതർജിഹി വ ഇമ്മ അൻതൽഖിയ ഫി ആദിൽ അഖ്ദാദ്. ഒന്നെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ തീക്കുണ്ടാരത്തിലേക്കാട്ടോ. ഈ പെണ്ണ് ഒരു വേള ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കുന്ന സമയത്ത് തന്റെ മടിയിലുള്ള പിഞ്ചു പൈതൽ, സംസാരിക്കാൻ പ്രായമാകാത്ത പിഞ്ചു പൈതൽ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖ്. ഉമ്മ ക്ഷമിക്ക്, ഫഇന്നകി അലൽ ഹഖ്. ഉമ്മ താങ്കൾ സത്യത്തിന്റെ മേലാട്ടോ, ഹക്കിന്റെ മേലാട്ടോ, പേടിക്കണ്ടട്ടോ. ഈ കുഞ്ഞാണ് എന്ത് ചെയ്യണത് പറയുന്നത്. ഇതെന്താണ് തസ്ബീത്ത്? തസ്ബീത്ത് അതിലേക്ക് ഇങ്ങനെ ഓരോരുത്തരും പോവുക, ദീനിൽ വിശ്വസിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഒരു തസ്ബീത്ത് എങ്ങനെ ഇവർക്ക് കിട്ടിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഇഷ്ടപ്പെട്ട വലിയിന്റെ കയ്യിലൂടെ ഒരു കറാമത്ത് എന്ത് ചെയ്തു? അവരെ നടത്തിക്കൊടുത്തു. അല്ലാഹ് നടത്തിക്കൊടുത്തു. അത് നേരിൽ അവർ കാണുകയാണ്. ആ കറാമത്ത് കണ്ടിട്ടുള്ള ആളുകൾ ദീനിൽ ഉറച്ചുപോയി. പിന്നെ അവർക്ക് എന്ത് പ്രശ്നമല്ല, അവർക്ക് തീക്കുണ്ടാരമോ ഈ നാട്ടിലെ അക്രമികളായിട്ടുള്ള ആളുകൾ ഒരുക്കുന്ന പീഡനങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം ആമന്ന ബിറബ്ബിൽ ഗുലാം. ഈ കുട്ടി ഏതൊരു റബ്ബിലാണോ വിശ്വസിച്ചത്, ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും തസ്ബീത്തോടുകൂടി. അതാ ഞാൻ പറഞ്ഞത്, ഈ തസ്ബീത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് ഈ തസ്ബീത്ത് കിട്ടിയിട്ടുണ്ടോ? നമ്മളൊക്കെ പേടിച്ചോവും. ഇങ്ങനെയൊക്കെയുള്ള ഇതിന്റെയൊക്കെ മുമ്പിൽ വരും, നമ്മളൊക്കെ വിറച്ചോവും, നമ്മളെ മുട്ട് വിറക്കും, നമ്മൾ പിറകോട്ട് നിൽക്കും. കാരണം നമുക്ക് ഈ തസ്ബീത്ത് കിട്ടിയിട്ടില്ല. ഈ തസ്ബീത്ത് കിട്ടിയ ആളുകളുണ്ട്. ആ കിട്ടാനുള്ള കാരണമാണ്, അതാ ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞത്, തസ്ബീത്തും ഈ കറാമത്തിലൂടെ എന്ത് ചെയ്യും? നൽകും. ദീനിൽ നിന്നിട്ട് ഒരു ഉറപ്പ് തരും. ഇതിനൊക്കെയാണ് കറാമത്ത് എന്നുള്ളത്. അപ്പൊ കറാമത്ത് എന്തിനാണ്? ഒന്നെങ്കിൽ തന്റെ വലിയിനെ സഹായിക്കാനായിരിക്കും, അതല്ലെങ്കിൽ ദീനിനെ ശക്തിപ്പെടുത്താനായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് ആ കാണുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ കറാമത്ത് ലഭിക്കുന്ന ആൾക്ക് ഒന്നും കൂടി മതത്തിൽ ഒരു ഉറപ്പെന്ത് ചെയ്യും? നൽകും. അല്ലെങ്കിൽ ദുർബലമായ ഒരു സാഹചര്യത്തിൽ ഒരു ശക്തി, അത്ഭുതകരമായ ഒരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? നൽകും. ഈ 4 കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത്? കറാമത്തുണ്ട്. ഈ കറാമത്തില് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. ഈ കറാമത്തിൽ വിശ്വസിക്കാത്ത മുഅ്തസിലിയാക്കളാണ്. അവർ വിശ്വസിക്കുന്നില്ല, കറാമത്തിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. പക്ഷെ കറാമത്തുണ്ട്, അള്ളാഹു ആദരിക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ഇഷ്ട അടിമകളെ അള്ളാഹു ആദരിക്കും. നമ്മൾ ശ്രമിക്കേണ്ടത് അള്ളാന്റെ ആ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമുക്ക് എങ്ങനെ പെടാം എന്നുള്ളതാണ്. അതിലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാ നമ്മൾ ആലോചിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് നൽകുന്ന, നമ്മുടെ കാലഘട്ടത്തിൽ, ആയുസ്സിൽ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ യുവത്വം. അതിനെ കുറിച്ച് പറയുന്നത് ശബാബ്, യുവത്വം. അത് ഖുവ്വത്തുൻ ബൈനൽ അദൈൻ, 2 ദുർബലതകൾക്കിടയിലുള്ള ഒരു ശക്തിയാണ് ശബാബ്, യുവത്വം എന്നുള്ളത്. ചെറുപ്പം ദുർബലതയാണ്, ദൗർബല്യമാണ് ആ സമയത്ത്. പിന്നെ വാർദ്ധക്യം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സുവർണ കാലഘട്ടമാണ്, ഒരു സമയമാണ് നമ്മുടെ യുവത്വം. ഈ യുവത്വം അത് ദീനിന് വേണ്ടിയിട്ട് ഏറ്റവും നന്മയിലേക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. കാരണം ഈ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നാളെ പരലോകത്ത് ചോദിക്കും, ലാ തസൂലു ഖദം
അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലു അൻ ഉംരിഹി ഫീമാ അഫ്ന. നിനക്കൊരു ആയുഷ്കാലം കിട്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിച്ച് ചെലവഴിച്ച്, എന്തിനു നശിപ്പിച്ചു, ഏതൊരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം അറിയാതെ നാളെ പരലോകത്ത് ഒരു കാലടി ഒരാൾക്ക് എടുത്തേക്കാൻ പറ്റൂല. ഒരു കാലടി അങ്ങോട്ട്. ആ കാലടി, ആ നൃത്തം എന്ന് ആലോചിച്ചൊക്കെ ഒരു 50,000 വർഷം ദൈർഘ്യമുള്ള, ഇന്നത്തെ 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് നിൽക്കുന്നത് അള്ളാഹിന്റെ മുമ്പിൽ. ആ സമയത്ത് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ആ ഉത്തരം പറയാതെ, ഉത്തരം കൊടുക്കാതെ ഒരു കാലടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാൻ പറ്റൂല. ഒരു 5 മിനിറ്റ് ഇവിടെ പുറത്ത് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? കഴിയൂല. എന്തേ കഴിയാതെ? ഒരാളങ്ങനെ പറഞ്ഞാൽ തീരെ നിൽക്കാൻ കഴിയൂല. നമുക്ക് നിൽക്കാൻ കഴിയില്ല. ആ നമ്മളാണ് നാളെ പരലോകത്ത് 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം നമ്മൾ അള്ളാന്റെ മുമ്പിലേക്ക് യൗമുൽ ഖിയാമയിൽ ഇങ്ങനെ നിൽക്കുന്ന, മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിന്റെ ആയുസ്. ആ ആയുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് നമ്മുടെ യുവത്വം. ആ യുവത്വത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത്. എന്ത് ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് പറയാൻ നമുക്ക് എന്ത് കഴിയും? ഒരു കവി പറഞ്ഞതുപോലെ തന്നെ ആവോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ കവി പറഞ്ഞത്? വകം മിൻ ഫത്താ യുംസി വയുസ്ബീഹു ലാഹിയ ലഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും പിന്നെ അശ്രദ്ധമായിട്ട് കഴിച്ചു കൂട്ടുന്നത്, ശ്രദ്ധയില്ലാതെ. ലഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവളുടെയൊക്കെ കഫം പുടവ തുന്നി വെച്ചിട്ടുണ്ട്, അത് അവൻ അറിയുന്നില്ല. എത്ര യുവാക്കള് അശ്രദ്ധമായിട്ട് സമയം കഴിച്ചു കൂട്ടുന്നു. എന്നാൽ അവരുടെയൊക്കെ കഫം പുടവ തുന്നിവെക്കപ്പെട്ടതാണ്. അല്ലേ? നിങ്ങളൊക്കെ കഫം പുടവ തുന്നിവെച്ചതല്ലേ? നമ്മൾ മരണപ്പെട്ടതിന് ശേഷമാണോ അത് തുന്നാൻ തുടങ്ങുന്നത്? അല്ല, നമ്മളിതൊക്കെ തുന്നിവെക്കപ്പെട്ടതാ. ആ തുന്നിവെക്കപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ് ഉണ്ടല്ലോ, അത് എപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്കറിയില്ല, അവസാനിക്കുക എന്നറിയില്ല. ആ കാലഘട്ടത്തിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നല്ല ഒരു കാലഘട്ടമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ കാലഘട്ടം. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വിനിയോഗിക്കാം. അള്ളാഹിന്റെ കോടതി ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയാൻ കഴിയണം, റബ്ബേ, നിന്റെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എൻ്റെ ആ യുവത്വത്തെ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് റബ്ബിനോട് എന്ത് ചെയ്യണം? പറയാൻ കഴിയണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ ഒരു വിഭാഗം തന്നെ ഒരുക്കി വെച്ചത്, ISM എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതല്ലാതെ വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ അള്ളാന്റെ മുമ്പിൽ പോകുമ്പോൾ അള്ളാഹിനോട് നമുക്ക് ഉത്തരം പറയണം, റബ്ബേ, ഞാൻ ഇന്ന മാർഗത്തില് ദീനി പ്രവർത്തന രംഗത്ത് ദഅവത്തിന്റെ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് റബ്ബേ നിനക്ക് വേണ്ടിയിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാകാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. അതുകൊണ്ടാ KNM അതിന്റെ കീഘടകമായിട്ടൊരു ISM എന്ത് ചെയ്ത് ഉണ്ടാക്കിയത്? പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള സൗകര്യം ഈ മഹല്ലിലുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്നൊക്കെ കുറെ അധികം മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ താമസമാക്കിയിട്ടുള്ള ആളുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവുക വേണ്ടത്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഇതിന്റെ സംഘാടകരുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് ഞാൻ എൻ്റെ അള്ളാന്റെ ദൈവത്തിന് വേണ്ടിയിട്ട്, അള്ളാന്റെ ദീന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്ന സമയം പ്രവർത്തിക്കാൻ, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. ആ ഒരു ചിന്ത പോലും, അതിന് പോലും, ആ ഒരു നിയ്യത്തിന് പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ കലക്ഷന് നമ്മുടെ മദ്രസയിലേക്കുള്ളതാണ്. മദ്രസ കുറിച്ചിട്ട് ഞാൻ അധികം ഒന്നും പറയണ്ടല്ലോ. ദീന് പഠിക്കുന്ന, ചെറുപ്പം മുതൽ ദീന് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മദ്രസ എന്നുള്ളത്. ആ മദ്രസയിൽ ഖുർആൻ പഠിക്കുന്നു, പ്രാർത്ഥനകൾ പഠിക്കുന്നു, ദീനിന്റെ ഹുക്കുമുകൾ പഠിക്കുന്നു. ഇതൊക്കെ പരമാവധി എന്ത് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിലേക്കുള്ള നമ്മളെ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാം. അതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കതൊരു മുതൽക്കൂട്ടാണ്. കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു